ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നാം ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഇൻ ഇന്ത്യ എന്നാണ്. എക്കണോമിക്സിലെ ഒരു പാർട്ടാണ്. അപ്പോൾ എക്കണോമിക്സിൽ നാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്ത വിഷയം ഒന്നാമതായി ചർച്ച ചെയ്തത് എന്താണ് എക്കണോമിക് ഗ്രോത്ത് ആൻഡ് എക്കണോമിക് ഡെവലപ്മെൻറ്റ്. എക്കണോമിക് ഗ്രോത്ത് എന്താണെന്ന് ചർച്ച ചെയ്തു. എക്കണോമിക് അതുപോലെ തന്നെ ഡെവലപ്മെൻറ്റൽ ഇൻഡെക്സിൽ വരുന്നത് 1 പെർ ക്യാപിറ്റ ഇൻകം, 2 എന്താണ് PQLI അതായത് ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ്, 3 ഹ്യൂമൻ ഹാപ്പിനെസ് ഇൻഡെക്സ്, ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കഴിഞ്ഞ വീഡിയോയിൽ ചർച്ച ചെയ്തത്. അപ്പോൾ അതൊക്കെ പ്രധാനപ്പെട്ടാണ്. ഇൻഡെക്സ് മൊത്തം പ്രധാനപ്പെട്ടാണ്. നന്നായി ക്ലാസ്സിൽ ശ്രദ്ധിക്കുക. ഓരോ ക്ലാസ്സും ഓരോ മാർക്കാണെന്നുള്ള ഒരു ബോധത്തോടു കൂടി ക്ലാസ്സിനെ വിലയിരുത്തുക. അപ്പോൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഇൻ ഇന്ത്യ എന്താണ്? സുസ്ഥിര വികസനം. അതായത് ഈ ഒരു ടോപ്പിക്കിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുമ്പോൾ 1 HSA, 2 കേട്ടറ്റ്, 3 നെറ്റ്, 4 സെറ്റ്. ഈ 4 സോഷ്യൽ സയൻസ് സബ്ജക്റ്റിൻ്റെ കോമ്പറ്റേറ്റീവ് എക്സാമിനും ഈ ഒരു ടോപ്പിക്കിൽ നിന്നും ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് നന്നായി ശ്രദ്ധിക്കുക. അപ്പോൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഇൻ ഇന്ത്യ എന്താണ്? സുസ്ഥിര വികസനം. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് മീൻസ് അക്കോർഡിംഗ് ടു ദ വേൾഡ് കമ്മീഷൻ ഓൺ എൻവയോൺമെൻറ്റ് ആൻഡ് ഡെവലപ്മെൻറ്റ്, ലോക പരിസ്ഥിതി വികസന കമ്മീഷൻ, അതിൻ്റെ പേരാണ് ബ്രണ്ട്ലാൻഡ് കമ്മീഷൻ്റെ ശുപാർശ പ്രകാരം, അതായത് ലോക പരിസ്ഥിതി വികസന കമ്മീഷൻ അക്കോർഡിംഗ് ടു വേൾഡ് കമ്മീഷൻ ഓൺ എൻവയോൺമെൻറ്റ് ആൻഡ് ഡെവലപ്മെൻറ്റ്, ദ ഡെഫിനിഷൻ ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഈസ്, ലോക പരിസ്ഥിതി വികസന കമ്മീഷൻ്റെ റിപ്പോർട്ട് പ്രകാരം എന്താണ് സുസ്ഥിര വികസനം? ദ ഡെവലപ്മെൻറ്റ് ദാറ്റ് മീറ്റ് ദ നീഡ്സ് ഓഫ് ദ പ്രസൻറ്റ് വിത്തൗട്ട് കോംപ്രമൈസിങ് ദ എബിലിറ്റി ഓഫ് ദ ഫ്യൂച്ചർ ജനറേഷൻ ടു മീറ്റ് ദെയർ ഓൺ നീഡ്സ്. എന്താണ് സുസ്ഥിര വികസനം? ഡെവലപ്മെൻറ്റ് ദാറ്റ് മീറ്റ്സ് നീഡ്സ് ഓഫ് ദ പ്രസൻറ്റ്, ഇന്നത്തെ ആവശ്യങ്ങൾ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടി, ഇന്നത്തെ ആവശ്യങ്ങൾ സംതൃപ്തീകരിക്കുന്നതിന് വേണ്ടി, ഇന്നത്തെ ജനതയുടെ ആവശ്യങ്ങൾ സംതൃപ്തീകരിക്കുന്നതോടൊപ്പം വരാൻ പോകുന്ന ഫ്യൂച്ചർ ജനറേഷൻ്റെ ആവശ്യങ്ങൾക്ക് കൂടി പ്രാധാന്യം നൽകുക. ഭാവി തലമുറയ്ക്ക് അനുസൃതമായ രീതിയിലുള്ള വികസന മാതൃക എന്നതാണ് ഇതിൻ്റെ സിമ്പിൾ മീനിങ്. അതായത് നാം വിഭവങ്ങൾ നല്ല രീതിയിൽ ഉപയോഗിക്കുകയും വരും തലമുറയ്ക്ക് കൂടി അതിൻ്റെ ഉപയോഗം മാറ്റിവെക്കുകയും ചെയ്യുക. വരും തലമുറയ്ക്ക് കൂടി അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള കഴിവിൽ കുറവ് വരുത്താതെ ഇന്നത്തെ തലമുറ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന സമീപനം, അതായത് ഭാവിക്ക് ഉതകുന്ന രീതിയിൽ ഭാവി തലമുറയ്ക്ക് അനുസൃതമായ രീതിയിലുള്ളൊരു വികസന മാതൃകയാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. അക്കോർഡിംഗ് ടു വേൾഡ് കമ്മീഷൻ ഓൺ എൻവയോൺമെൻറ്റ് ആൻഡ് ഡെവലപ്മെൻറ്റ്, ദ ഡെഫിനിഷൻ ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, ദ ഡെവലപ്മെൻറ്റ് ദാറ്റ് മീറ്റ് ദ നീഡ്സ് ഓഫ് ദ പ്രസൻറ്റ്. എന്താണ്? പ്രസൻറ്റിലെ ആവശ്യങ്ങൾ മീറ്റ് ചെയ്യുന്ന രീതിയിൽ വിത്തൗട്ട് കോംപ്രമൈസിങ് എബിലിറ്റി ഓഫ് ദ ഫ്യൂച്ചർ ജനറേഷൻ ടു മീറ്റ് ദെയർ ഓൺ നീഡ്സ്. വരും തലമുറയ്ക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള കഴിവിൽ കുറവ് വരുത്താതെ, ഫ്യൂച്ചർ ജനറേഷന് അവരുടെ ആവശ്യങ്ങൾ, അവരുടെ വിഭവങ്ങളിൽ കുറവ് വരുത്താതെ ഇന്നത്തെ തലമുറ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുക. അതായത് നാം ഒരു വിഭവം ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഭാവി തലമുറയ്ക്ക് കൂടി ഉപയോഗിക്കുന്ന വിധത്തിൽ വിഭവങ്ങൾ ഉപയോഗിക്കുക. ഇതാണ് സുസ്ഥിര വികസനം. ആ രീതിയിലുള്ള ഭാവി തലമുറയ്ക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ള വികസന മാതൃകയാണ് സുസ്ഥിര വികസനം. അക്കോർഡിംഗ് ടു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഓർ അക്കോർഡിംഗ് ടു വേൾഡ് കമ്മീഷൻ on environment and development, the definition of sustainable development is the development that meet the needs of the present without compromising the ability of the future generation to meet their own needs. എന്താണ് പറയുന്നത്? വരും തലമുറയ്ക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള കഴിവിൽ കുറവ് വരുത്താതെ ഇന്നത്തെ തലമുറ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന സമീപനമാണ് സുസ്ഥിര വികസനം. അതായത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, സുസ്ഥിര വികസനം. മനസ്സിലായോ? അപ്പോൾ എന്താണ് സുസ്ഥിര വികസനം എന്നുള്ള കാര്യം മനസ്സിലായല്ലോ. വരും തലമുറയ്ക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള കഴിവിൽ കുറവ് വരുത്താതെ ഇന്നത്തെ തലമുറ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന സമീപനമാണ് സുസ്ഥിര വികസനം.
മനസ്സിലായല്ലോ എന്താണ് ഡെവലപ്മെൻറ്റ്? ദാറ്റ് മീറ്റ് ദ നീഡ്സ് ഓഫ് ദ പ്രസൻറ്റ് വിത്തൗട്ട് കോംപ്രമൈസിങ് ദ എബിലിറ്റി ഓഫ് ദ ഫ്യൂച്ചർ ജനറേഷൻ ടു മീറ്റ് ദെയർ ഓൺ നീഡ്സ്. കഴിഞ്ഞ നെറ്റ് എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണിത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ടു സെലക്ട് എ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്? സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഫീച്ചേഴ്സിനെ സെലക്ട് ചെയ്യാൻ വേണ്ടി ചോദിച്ചതാണ്. കഴിഞ്ഞ അപ്പുറത്തെ വർഷത്തെ സെറ്റ് എക്സാമിന് ഈ ഒരു പാർട്ടിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതോടൊപ്പം കേട്ടറ്റിനും കഴിഞ്ഞ 2 വർഷം മുന്നിലെ കേട്ടറ്റിനും ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു മേഖലയിലും പ്രധാനപ്പെട്ടതാണ് സുസ്ഥിര വികസനം, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. അപ്പം ഒന്നുകൂടി പറയാം. അക്കോർഡിംഗ് ടു വേൾഡ് കമ്മീഷൻ ഓൺ എൻവയോൺമെൻറ്റ് ആൻഡ് ഡെവലപ്മെൻറ്റ്, ദ ഡെഫിനിഷൻ ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് നോക്കാണെന്ന് പറയാം. ദ ഡെവലപ്മെൻറ്റ് ദാറ്റ് മീറ്റ് ദ നീഡ്സ് ഓഫ് ദ പ്രസൻറ്റ് വിത്തൗട്ട് കോംപ്രമൈസിങ് ദ എബിലിറ്റി ഓഫ് ഫ്യൂച്ചർ ജനറേഷൻ ടു മീറ്റ് ദെയർ ഓൺ നീഡ്സ്. വരും തലമുറയ്ക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള കഴിവിൽ കുറവ് വരുത്താതെ ഇന്നത്തെ തലമുറ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന സമീപനമാണ് സുസ്ഥിര വികസനം എന്ന് പറയുന്നത്. സുസ്ഥിര വികസനം ഇതാരാണ് പറഞ്ഞത്? ലോക പരിസ്ഥിതി വികസന കമ്മീഷൻ ഓർ ബ്രഡ്ലാൻഡ് കമ്മീഷൻ സുസ്ഥിര വികസനത്തെ നിർവചിച്ചത് ഇപ്രകാരമാണ്. അല്ലെങ്കിൽ ലോക പരിസ്ഥിതി വികസന കമ്മീഷൻ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഇപ്രകാരമാണ്. അതായത് ഞങ്ങളും വിഭവങ്ങൾ ഉപയോഗിക്കുക, നമ്മുടെ മക്കൾക്കും വിഭവങ്ങൾ ബാക്കി വെക്കുക, അത്രയേ ഉദ്ദേശിക്കുന്നുള്ളൂ. സിമ്പിളായിട്ട് അങ്ങനെ പറയാം. നാം പ്രകൃതി വിഭവങ്ങൾ ഉപയോഗിക്കുമ്പോൾ, നാച്ചുറൽ റിസോഴ്സസ് ഉപയോഗിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള പണം ഉപയോഗിക്കുമ്പോൾ നാം ഉപയോഗിച്ച് തീർക്കാതെ നമ്മളെ മക്കൾക്ക് കൂടി അത് മാറ്റി വെക്കുക, നമ്മളെ ഭാവി തലമുറയ്ക്ക് കൂടി അത് മാറ്റിവെക്കുന്ന രീതിയിലുള്ള വികസന മാതൃകയാണ് സുസ്ഥിര വികസനം. നമുക്കറിയാം ഇന്ന് പ്രളയവും അതുപോലെ തന്നെ എന്താണ് കടൽക്ഷോഭവും അതുപോലെ തന്നെ കൊറോണയൊക്കെ നമ്മുടെ രാജ്യത്ത് വ്യാപിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ ഒരു ടോപ്പിക്കിന് പ്രാധാന്യമുണ്ട്. കാരണം ഭാവി തലമുറ ചെയ്ത ഒരു ഭവിഷ്യത്താണ് പ്രളയം വഴിയും കടൽക്ഷോഭം വഴിയും നമ്മൾ അനുഭവിച്ചത്. മനസ്സിലായല്ലോ? അപ്പോൾ അങ്ങനെ പറയുന്ന സമയത്ത് നമ്മുടെ പുതുതലമുറയ്ക്ക് എന്തെങ്കിലും ബാക്കി വെക്കുക. പുതുതലമുറയ്ക്ക് എന്തെങ്കിലും ബാക്കി വെക്കലല്ല, നാം ഉപയോഗിക്കുന്ന വിഭവങ്ങൾ നല്ല രീതിയിൽ ഉപയോഗിക്കുകയും ചെയ്യുക. പുതുതലമുറയ്ക്ക് അതേ രീതിയിൽ വിഭവങ്ങൾ മാറ്റിവെക്കും. ഭാവി തലമുറയ്ക്ക് അനുയോജ്യമായ രീതിയിൽ വിഭവങ്ങൾ മാറ്റിവെച്ചുകൊണ്ടുള്ള വികസന മാതൃകയാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. അതെങ്ങനെയായിരിക്കണം വികസനം ഉണ്ടാകുന്നത്? മാനവ മുഖമുള്ള, നമുക്ക് വേണ്ടത് മാനവ മുഖമുള്ള, മനുഷ്യ മുഖമുള്ള, പരിസ്ഥിതിക്ക് ആഘാതം ഏൽപ്പിക്കാത്ത രീതിയിലുള്ള വികസനമാണ് സുസ്ഥിര വികസനം. സുസ്ഥിര വികസനത്തിൽ കൂടി പരിസ്ഥിതിയിലെ മൊത്തം കാടും എല്ലാം വെട്ടി നീക്കി കോൺക്രീറ്റ് ബിൽഡിംഗ് പണിയാലല്ല സുസ്ഥിര വികസനം. സുസ്ഥിര വികസനം എന്ന് പറഞ്ഞാൽ പരിസ്ഥിതിക്ക് ആഘാതം ഏൽപ്പിക്കാത്ത രീതിയിൽ ഭാവി തലമുറയ്ക്ക് നമ്മൾ വിഭവങ്ങൾ മാറ്റിവെക്കുമ്പോൾ പരിസ്ഥിതിക്ക് ആഘാതമേൽക്കാത്ത രീതിയിൽ മനുഷ്യത്വമുള്ള, മാനവ മുഖമുള്ള ഒരു വികസനമായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. UNO നിയമിച്ച ബ്രഡ്ലാൻഡ് കമ്മീഷൻ സുസ്ഥിര വികസനത്തെ നിർവചിച്ചത് ഇപ്രകാരമാണ്. വരും തലമുറയ്ക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള കഴിവിൽ കുറവ് വരുത്താതെ ഇന്നത്തെ തലമുറ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന രീതിയെയാണ്, അതായത് ആവശ്യങ്ങൾ നിറവേറ്റുന്ന രീതിയെ കുറവ് വരുത്താതെ ഇന്നത്തെ തലമുറ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന സമീപനമാണ് സുസ്ഥിര വികസനം. പ്രകൃതി വിഭവങ്ങൾ ഉപയോഗിക്കുന്നതിൽ സാമൂഹിക നീതി ഉറപ്പുവരുത്തുന്നതാണ് ഇതിൻ്റെ കാഴ്ചപ്പാട്. മനസ്സിലായാലും ഇതിൻ്റെ വിഷനാണ് എന്താണ്? ഇതിൻ്റെ പ്രധാനപ്പെട്ട വിഷൻ എന്ന് പറഞ്ഞാൽ പ്രകൃതി വിഭവങ്ങൾ ഉപയോഗിക്കുന്നത് സാമൂഹ്യ നീതി, അതായത് സോഷ്യൽ ജസ്റ്റിസോടുകൂടി ഇഫക്റ്റീവായ രീതിയിൽ എന്ത് ചെയ്യുക? നാച്ചുറൽ റിസോഴ്സസ് ഉപയോഗിക്കുക. നാച്ചുറൽ റിസോഴ്സസ് ആർ ഇഫക്റ്റീവ്ലി യൂസ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് സോഷ്യൽ ജസ്റ്റിസ്. സാമൂഹ്യ നീതിയുടെ അടിസ്ഥാനത്തിൽ എല്ലാവർക്കും ഒരേ രീതിയിൽ പ്രകൃതി വിഭവങ്ങൾ ലഭിക്കുന്ന രീതിയിലായിരിക്കണം ഉപയോഗിക്കേണ്ടത്. ദ നാച്ചുറൽ റിസോഴ്സസ് ആർ ഇഫക്റ്റീവ്ലി യൂസ്ഡ് ഇൻ ദ ഫീച്ചേഴ്സ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. പിന്നെന്താണ് പറഞ്ഞത്? അതായത് നാച്ചുറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള വികസനമായിരിക്കണം. ടു പ്രൊട്ടക്റ്റ് നാച്ചുർ, എന്താണ്? പ്രൊട്ടക്റ്റ് നാച്ചുറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള വികസനമായിരിക്കണം. ഭാവി തലമുറയ്ക്ക് അനുസൃത രീതിയിലുള്ള വികസനമായിരിക്കണം. ഇതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. ഓക്കെ, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. ഇനി അടുത്തത്, പ്രകൃതി വിഭവങ്ങൾ ഒരു തലമുറയ്ക്ക് മാത്രം ഉപയോഗിക്കാനുള്ളതല്ല, വരും തലമുറയ്ക്ക് കൂടി അവകാശപ്പെട്ടതാണ് എന്ന കാഴ്ചപ്പാടാണ് സുസ്ഥിര വികസനത്തിൻ്റെ കാതൽ.
എന്താണ് സുസ്ഥിര വികസനത്തിൻ്റെ കാതൽ? പ്രകൃതി വിഭവങ്ങൾ നമ്മൾ ഉപയോഗിച്ചാൽ പോരാ, നമ്മളെ തലമുറയ്ക്ക് കൂടി ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. പ്രകൃതി വിഭവങ്ങൾ നാം ഉപയോഗിച്ചാൽ മതിയാവില്ല, നമ്മുടെ തലമുറയ്ക്ക് കൂടി ഉപയോഗിക്കാൻ പറ്റുന്ന വിധത്തിലായിരിക്കണം. അപ്പോൾ പ്രകൃതി വിഭവങ്ങൾ എങ്ങനെ ഉപയോഗിക്കണം? ഇന്നത്തെ തലമുറയും പ്രസൻറ്റ് ജനറേഷനും ഫ്യൂച്ചർ ജനറേഷനും ഒരേ രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നതായിരിക്കണം എന്നതാണ് ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൻ്റെ കോർ. ദ കോർ ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്തായിരിക്കണം? ഫ്യൂച്ചർ ജനറേഷൻ ആൻഡ് പ്രസൻറ്റ് ജനറേഷൻ ആർ നോട്ട് ഡിഫറൻ്റ്ലി യൂസ്ഡ് ബൈ ദ നാച്ചുറൽ റിസോഴ്സസ്. അവർക്ക് വ്യത്യാസം ഉണ്ടാകാൻ പാടില്ല, ഒരേ രീതിയിൽ ഉപയോഗിക്കുന്ന രീതിയിലായിരിക്കണം പ്രകൃതി വിഭവങ്ങൾ, നാച്ചുറൽ റിസോഴ്സസ്. ഇനി സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൻ്റെ 3 പ്രധാന ലക്ഷ്യങ്ങൾ. ദർ ആർ ഇമ്പോർട്ടൻറ്റ് ഒബ്ജക്റ്റീവ്സ്, 3 ഇമ്പോർട്ടൻറ്റ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. ഒന്ന്, അവിടെ ഫോക്കസ് ചെയ്യുന്നത് പാരിസ്ഥിതിക ലക്ഷ്യങ്ങൾ, അതായത് പരിസ്ഥിതി ലക്ഷ്യങ്ങൾ. 2, സാമ്പത്തിക ലക്ഷ്യങ്ങൾ. 3, സാമൂഹിക ലക്ഷ്യങ്ങൾ. ഇക്കണോമിക്, സോഷ്യൽ ആൻഡ് എൻവയോൺമെൻറ്റൽ ഒബ്ജക്റ്റീവ്സ് ആർ ദ 3 ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. അതായത് ഭാവി തലമുറയ്ക്ക് അനുയോജ്യമാകുന്ന രീതിയിൽ വിഭവങ്ങൾ മാറ്റിവെക്കുമ്പോൾ ഈ 3 ലക്ഷ്യങ്ങൾ കൂടി അതിൽ പരിഗണിക്കും. ഓക്കെ, 3 ലക്ഷ്യങ്ങൾ കൂടി പരിഗണിച്ചു കൊണ്ട് വേണം മാറ്റിവെക്കേണ്ടത്, വിഭവങ്ങൾ മാറ്റിവെക്കേണ്ടത്. The term sustainable development came into existence in 1980. 1980 കാലഘട്ടത്തിലാണ് സുസ്ഥിര വികസനം, അതായത് ഇന്ദിരാഗാന്ധി തൊട്ട് ഇങ്ങോട്ട് വരുന്ന പ്രധാനമന്ത്രിമാരുള്ള കാലഘട്ടങ്ങളിലാണ് ഇതിനെക്കുറിച്ച് ചർച്ചകൾ നടന്നത്, ഡിസ്കസ് ചെയ്യപ്പെട്ടത്. ദ ടേം സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് ഇൻ 1980. ഇന്ദിരാഗാന്ധിയും മൊറാർജി ദേശായിയും ഒക്കെ ചർച്ച ചെയ്ത ഒരു വിഷയമാണ് ഏത്? സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. ദ ടേം സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് ഇൻ 1980. 1980 സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന ഒരു ടേം നമ്മുടെ രാജ്യത്തേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടത്. പാരാമീറ്റേഴ്സ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, ഇതിൻ്റെ അളവ് എങ്ങനെയാണ് പാരാമീറ്റേഴ്സ്? സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൻ്റെ പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണ്? ഒന്ന്, കെയറിങ് കപ്പാസിറ്റി. 2, ഇൻ്റർ ആൻഡ് ഇൻട്രാ ജെൻഡർ ഈക്വാലിറ്റി. 3, ജെൻഡർ ഡിസ്പാരിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി. 1, കെയറിങ് കപ്പാസിറ്റി. എന്താണ് കെയറിങ് കപ്പാസിറ്റി? ദ മാക്സിമം നമ്പർ ഓഫ് ഇൻഡിവിജ്വൽ ദാറ്റ് ക്യാൻ ബി സപ്പോർട്ടഡ് ബൈ ഗിവൺ എൻവയോൺമെൻറ്റ് ഈസ് കോൾഡ് കെയറിങ് കപ്പാസിറ്റി. ദ മാക്സിമം നമ്പർ ഓഫ് ഇൻഡിവിജ്വൽ ദാറ്റ് ക്യാൻ ബി സപ്പോർട്ടഡ് ബൈ എ ഗിവൺ എൻവയോൺമെൻറ്റ്. ഒരു പ്രത്യേക പരിസ്ഥിതിയിൽ എത്രമാത്രം വ്യക്തികൾ എൻവയോൺമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നമ്മുടെ പരിസ്ഥിതിയെ നാം എത്രമാത്രം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നാം ജീവിക്കുന്ന പ്രകൃതിയെ നാം എത്രമാത്രം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, എത്ര ജനങ്ങൾ, എത്ര മാക്സിമം നമ്പർ, അങ്ങേയറ്റം പരമാവധി വ്യക്തികൾ നമ്മുടെ പരിസ്ഥിതിയെ സപ്പോർട്ട് ചെയ്യുക എന്ന ആശയമാണ് കെയറിങ് കപ്പാസിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കെയറിങ് കപ്പാസിറ്റി മീൻസ് ദ മാക്സിമം നമ്പർ ഓഫ് ഇൻഡിവിജ്വൽ ദാറ്റ് ക്യാൻ ബി സപ്പോർട്ടഡ് ബൈ എ given environment is called carrying capacity. maximum number of individual that can be supported by given environment is called carrying capacity. അതായത് ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന 99% ജനങ്ങളും ആ സമൂഹത്തിലെ പ്രകൃതിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള പ്രവർത്തനമാണെങ്കിൽ ആ ഒരു ടേമിനാണ് carrying capacity എന്നുകൊണ്ട് പറയുന്നത്. 2, ഇന്റർ ആൻഡ് ഇൻട്രാ ജെൻഡർ ഈക്വാലിറ്റി. അതായത് ലിംഗവിവേചനത്തിൻ്റെ പേരിലുള്ള ഇന്നീക്വാലിറ്റി ഒഴിവാക്കുക. ഇതാണ് രണ്ടാമത്തെ, ഈ ഒരു ബേസിൻ്റെതാണ് പാരാമീറ്റേഴ്സ്. ഇനി ജെൻഡർ ഡിസ്പാരിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി. എന്താണ്? ലിംഗവിവേചനവും അതുപോലെ തന്നെ ഡൈവേഴ്സിറ്റി, വൈവിധ്യവും ആണ് ഇതിൻ്റെ ഒരു പാരാമീറ്റേഴ്സ്. അപ്പോൾ ഈ 3 പാരാമീറ്റേഴ്സ് ആണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിന് നാം ഉപയോഗിക്കുന്നത്. എന്താണ് ഉപയോഗിക്കുന്നത്? 3 പാരാമീറ്റേഴ്സ്. ഇനി അടുത്തതാണ്, നിങ്ങൾ കേട്ട് കാണും, എന്താണ് മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾ? എന്താണ് മില്ലേനിയം വികസന ലക്ഷ്യം? 8 ഇൻ്റർനാഷണൽ ഡെവലപ്മെൻറ്റ് ഗോൾസ് ഫോർ ദ ഇയർ 2015. 2015 8 അന്താരാഷ്ട്ര വികസന ലക്ഷ്യങ്ങൾ നിർണ്ണയിക്കുകയുണ്ടായി. എന്താണ് നിർണ്ണയിക്കുകയുണ്ടായത്? 2015 8 അന്താരാഷ്ട്ര വികസന ലക്ഷ്യങ്ങൾ എന്താണ് പറയുന്നത്? 8 ഇൻ്റർനാഷണൽ ഡെവലപ്മെൻറ്റൽ ഗോൾ ഫോർ ദ ഇയർ 2015. 2015 8 അന്താരാഷ്ട്ര വികസന ലക്ഷ്യങ്ങൾ തീരുമാനിക്കുകയുണ്ടായി. എസ്റ്റാബ്ലിഷ്ഡ് ഫോളോയിങ് ദ മില്ലേനിയം സമ്മിറ്റ് ഓഫ് UN in 2000. 2000
അതായത് 2000 ഒരു UN മില്ലേനിയം ഡിക്ലറേഷൻ നടന്നു. 2000 UN മില്ലേനിയം ഡിക്ലറേഷനിൽ വെച്ച് ആണ് ഇങ്ങനെ ഒരു തീരുമാനമുണ്ടായത്. ഒരു മില്ലേനിയം ഡെവലപ്മെൻറ്റ് 2000 കഴിഞ്ഞ് 2015 ഇങ്ങനെ 8 ഇൻ്റർനാഷണൽ ഡെവലപ്മെൻറ്റൽ ഗോള് രൂപം കൊടുത്തു. അപ്പോൾ UN മില്ലേനിയം ഡിക്ലറേഷനിൽ വെച്ച് ഒരു ഐഡിയ മുന്നോട്ട് വെച്ചു. അതായത് ഇങ്ങനെയൊരു 8 ഇൻ്റർനാഷണൽ വികസന, അതായത് 8 രീതിയിലുള്ള അന്തർദേശീയ വികസന ലക്ഷ്യങ്ങൾ തീരുമാനിക്കപ്പെട്ടു. ഈ തീരുമാനിക്കപ്പെട്ട ലക്ഷ്യങ്ങൾ നടപ്പിലാക്കിയത് 2015 15 വർഷങ്ങൾക്ക് ശേഷം. ഈ UN മില്ലേനിയം ഡിക്ലറേഷനിൽ ചർച്ച ചെയ്യപ്പെട്ട 8 ഇൻ്റർനാഷണൽ ഡെവലപ്മെൻറ്റ് ഗോൾസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ 8 ഇൻ്റർനാഷണൽ മില്ലേനിയം ഗോൾസ് എപ്പോഴാണ് വന്നത്? 2015 ഇതിനെക്കുറിച്ചുള്ളൊരു ഡിസ്കഷൻ നടന്നത് എവിടെ വെച്ചിട്ടാണ്? UN മില്ലേനിയം ഡിക്ലറേഷൻ, ബേസ്ഡ് ഓൺ ദ അഡോപ്ഷൻ ഓഫ് UN മില്ലേനിയം ഡിക്ലറേഷൻ. ഓക്കെ, ഒന്നാമത്തെ ഇതിൻ്റെ ഗോൾ, മില്ലേനിയം ഡെവലപ്മെൻറ്റൽ ഗോൾ 8 ഉണ്ടല്ലോ, അതിലൊന്നാമത്തേതാണ് എന്ത്? ടു ഇറാഡിക്കേറ്റ് എക്സ്ട്രീം പോവേർട്ടി ആൻഡ് ഹങ്കർ. എന്തൊഴിവാക്കുക? പൂർണ്ണമായും ദാരിദ്ര്യവും അതുപോലെ തന്നെ എന്താണ്, പട്ടിണിയും ഒഴിവാക്കുക. ദാരിദ്ര്യ നിർമ്മാർജ്ജനവും പട്ടിണി നിർമ്മാർജ്ജനവുമാണ് ആദ്യത്തെ മില്ലേനിയം ഡെവലപ്മെൻറ്റൽ ഗോൾസ്. ടു ഇറാഡിക്കേറ്റ് പോവേർട്ടി ആൻഡ് ഹങ്കർ, അതായത് പട്ടിണിയും ദാരിദ്ര്യവും ഇല്ലാത്ത ഒരു ലോകം എന്നതാണ് മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾസിൻ്റെ ഒന്നാമത്തെ ഗോൾ. ഗോൾ 1 എന്താണ്? ടു ഇറാഡിക്കേറ്റ് പോവേർട്ടി ആൻഡ് ഹങ്കർ. രണ്ടാമത്തത് ടു അച്ചീവ് യൂണിവേഴ്സൽ പ്രൈമറി എഡ്യൂക്കേഷൻ. ഏതിലേക്ക് എത്തിച്ചേരുക? സൗജന്യ പ്രാഥമിക വിദ്യാഭ്യാസം നൽകുക. സൗജന്യമായി കുട്ടികൾക്ക് പ്രാഥമിക വിദ്യാഭ്യാസം, പ്രൈമറി എഡ്യൂക്കേഷൻ എന്താക്കുക? പ്രൈമറി എഡ്യൂക്കേഷൻ സാർവത്രികമാക്കുക. പ്രൈമറി എഡ്യൂക്കേഷനിൽ എന്ത് ചെയ്യുക? വിദ്യാഭ്യാസം സാർവത്രികമാക്കുക. ടു അച്ചീവ് യൂണിവേഴ്സൽ പ്രൈമറി എഡ്യൂക്കേഷൻ. യൂണിവേഴ്സൽ പ്രൈമറി എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അതായത് പ്രാഥമിക വിദ്യാഭ്യാസം സാർവത്രികമാക്കുക, എല്ലാവർക്കും പ്രാഥമിക വിദ്യാഭ്യാസം നൽകുക. ടു പ്രൊമോട്ട് ജെൻഡർ ഈക്വാലിറ്റി ആൻഡ് വുമൺ എംപവർമെൻറ്റ്. എന്ത് ചെയ്യുക? ലിംഗ വിവേചനം കാണിക്കാതിരിക്കുക. സ്ത്രീയെന്നോ പുരുഷനെന്നോ ആൺകുട്ടിയെന്നോ പെൺകുട്ടിയെന്നോ വിവേചനം കാണിക്കാതിരിക്കുക. ആൻഡ് വുമൺ എംപവർമെൻറ്റ്. വുമൺ എംപവർമെൻറ്റ് എന്ന് പറയുമ്പോൾ സ്ത്രീ ശാക്തീകരണ പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം നൽകുക. 1 ദാരിദ്ര്യം, 2 വിദ്യാഭ്യാസം, 3 സ്ത്രീ ശാക്തീകരണം, 4 എന്താണ് പറയുന്നത്? ടു റെഡ്യൂസ് ചൈൽഡ് മോർട്ടാലിറ്റി. ശിശുമരണ നിരക്ക് കുറയ്ക്കുക. എന്താണ് ശിശുമരണ നിരക്ക് എന്നൊക്കെ നമ്മൾ ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സിലൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പോൾ എന്തായിരുന്നു? 1000 ചിൽഡ്രൻ ജനിക്കുമ്പോൾ 1 വയസ്സിൽ താഴെയുള്ള എത്ര കുട്ടികൾ മരിക്കുന്നു എന്നതാണ് ഇൻഫാൻറ്റ് മോർട്ടാലിറ്റി റേറ്റ്. അപ്പം ചൈൽഡ് മോർട്ടാലിറ്റി റേറ്റ് എന്ത് ചെയ്യുക? കുറക്കുക എന്നത്, ശിശുമരണ നിരക്ക് കുറക്കുക. ഇനി അടുത്ത ടു ഇംപ്രൂവ് മെറ്റേണൽ ഹെൽത്ത്. ഗർഭിണികളായ സ്ത്രീകളുടെ ആരോഗ്യ പരിപാലനം. ടു കോമ്പാറ്റ് HIV, മലേറിയ ആൻഡ് അതർ ഡിസീസസ്. അതായത് HIV പോലുള്ള, മലേറിയ പോലുള്ള മറ്റുള്ള രോഗങ്ങൾ നമ്മുടെ രാജ്യത്ത് നിന്നും നിർമ്മാർജ്ജനം ചെയ്യുക, അത് ഇല്ലാതാക്കുക. അത് ഇല്ലാതാക്കാൻ വേണ്ട ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുക. ടു കോമ്പാറ്റ് HIV, മലേറിയ ആൻഡ് അതർ ഡിസീസസ്. അടുത്ത ടു എൻഷുർ എൻവയോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി. പരിസ്ഥിതി സുസ്ഥിരത പാലിക്കുക. പരിസ്ഥിതിപരമായി ഒരു സസ്റ്റൈനബിലിറ്റി ഉണ്ടാക്കുക. സസ്റ്റൈനബിലിറ്റി എന്ന് പറയുമ്പോൾ പരിസ്ഥിതിയിൽ ഇന്നത്തെ തലമുറയ്ക്കും ഭാവി തലമുറയ്ക്കും ഉപയോഗിക്കുന്ന രീതിയിലുള്ള റിസോഴ്സസ് ആ രീതിയിൽ നമ്മൾ റിസോഴ്സസ് യൂസ് ചെയ്യുക. ടു ഡെവലപ്പ് എ ഗ്ലോബൽ പാർട്ണർഷിപ്പ് ഫോർ ഡെവലപ്മെൻറ്റ്. എന്ത് ചെയ്യുക? ആഗോള പങ്കാളിത്തത്തിന് പ്രാധാന്യം നൽകുക. ഇങ്ങനെ 8 ഡെവലപ്മെൻറ്റൽ ഗോൾസാണുള്ളത്. മില്ലേനിയം ഡെവലപ്മെൻറ്റൽ ഗോൾസാണ് ഉള്ളത്. എത്ര മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾസാണുള്ളത്? 8 ഇൻ്റർനാഷണൽ ഡെവലപ്മെൻറ്റൽ ഗോൾസ് ഫോർ ദ ഇയർ 2015. എപ്പോഴാണ് വന്നത് ഈ ഇൻ്റർനാഷണൽ ഡെവലപ്മെൻറ്റൽ ഗോൾ? എപ്പോഴാണ് വന്നത്? 2015. എവിടെ വെച്ചിട്ടാണ്? UN മില്ലേനിയം ഡിക്ലറേഷൻ 2000 നടന്ന UN മില്ലേനിയം ഡിക്ലറേഷനിൽ വെച്ചിട്ടാണ് ഈ 8 ഇൻ്റർനാഷണൽ ഡെവലപ്മെൻറ്റൽ ഗോൾസ് നിലവിൽ വന്നത്.
അങ്ങനെയുള്ള 8 ഒന്നുമില്ല, ഓർമ്മിക്കുക ഇത്രയേ ഉള്ളൂ. പട്ടിണിയും ദാരിദ്ര്യവും ഇല്ലാതാക്കുക, എല്ലാവർക്കും വിദ്യാഭ്യാസം നൽകുക, സ്ത്രീ ശാക്തീകരണ പ്രവർത്തനങ്ങൾ നടത്തുക, ശിശു മരണനിരക്ക് കുറയ്ക്കുക, പിന്നെന്താണ് ഗർഭിണികളായ സ്ത്രീകളുടെ ആരോഗ്യം സംരക്ഷിക്കുക, HIV പോലുള്ള മാരക രോഗങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്നും ഇല്ലാതാക്കുക, എൻവയോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി പാലിക്കുക, പിന്നെന്താണ് ആഗോള പങ്കാളിത്ത സ്ഥാപനങ്ങൾ ഡെവലപ്പ് ചെയ്യുക. ഇത്രയാണ് മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾസ്. എപ്പോഴാണ് വന്നത്? 2015. പക്ഷേ ഇതിൻ്റെ ഒരു ഫോൾട്ട് എന്താണെന്ന് പറഞ്ഞാൽ ഇത് പൂർണ്ണ വിജയത്തിലെത്തിക്കുവാൻ സാധിച്ചില്ല. ഇങ്ങനെ 8 ഗോളൊക്കെ ഫിക്സ് ചെയ്തെങ്കിലും ഈ 8 ഗോളും ജനങ്ങളിലേക്ക് പൂർണ്ണമായി എത്തിക്കുവാൻ സാധിച്ചില്ല എന്നതാണ് ഇതിൻ്റെ ഒരു പോരായ്മ. മനസ്സിലായല്ലോ? ഇതാണ് ഇതിൻ്റെ ഒരു ഡ്രോബാക്സ്. ഈ ഡ്രോബാക്സ്, ടു ഓവർകം ദിസ് ഡ്രോബാക്സ് ടു ഇൻട്രൊഡ്യൂസ് എ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റൽ ഗോൾസ്. അങ്ങനെ എന്ത് ചെയ്തു? സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റൽ ഗോൾസ് വന്നു. ഇപ്പോൾ 2015 വരെയായിരുന്നു മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾസ് ഉണ്ടായിരുന്നത്. 2015 ശേഷം എന്ത് വന്നു? സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റൽ ഗോൾ വന്നു. സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ വന്നു. 2000 UN വെച്ച് നടന്ന UN മില്ലേനിയം ഡിക്ലറേഷനിൽ 100-ലധികം രാജ്യങ്ങളും 1000-ലധികം സ്ഥാപനങ്ങളും പങ്കെടുത്തു. പങ്കെടുത്തത് UN മില്ലേനിയം ഡിക്ലറേഷനിൽ 100-ലധികം രാജ്യങ്ങളും 1000-ലധികം ഓർഗനൈസേഷനും ഈ സംഭവത്തിൽ പങ്കെടുത്തു. 2000 UN വെച്ച് നടന്ന UN മില്ലേനിയം ഡിക്ലറേഷനിൽ 100-ലധികം രാജ്യങ്ങളും 1000-ലധികം സ്ഥാപനങ്ങളും പങ്കെടുത്തു. 1000-ലധികം സ്ഥാപനങ്ങളും 100-ലധികം രാജ്യങ്ങളും പങ്കെടുത്തു. 191 രാജ്യങ്ങൾ ഒപ്പുവെച്ചു. അപ്പോൾ UN മില്ലേനിയം ഡിക്ലറേഷനിൽ എത്ര പേരാണ് ഒപ്പുവെച്ചത്? 191 191 കൺട്രീസ് സിഗ്നേച്ചറി ചെയ്തു. അതുപോലെ തന്നെ 8 അന്തർദേശീയ ലക്ഷ്യങ്ങൾ തീരുമാനിക്കപ്പെട്ടു. 8 അന്തർദേശീയ ലക്ഷ്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. പോവർട്ടി ഇല്ലാതാക്കുക, പിന്നെന്തായിരുന്നു? എല്ലാവർക്കും പ്രാഥമിക വിദ്യാഭ്യാസം നൽകുക, അതുപോലെ തന്നെ എന്തായിരുന്നു? മെറ്റേണൽ ഹെൽത്ത്, ചൈൽഡ് മോർട്ടാലിറ്റി റെഡ്യൂസ് ചെയ്യുക. ഇങ്ങനെയുള്ള കുറേ പാർട്ട്ണർഷിപ്പ്, ഗ്ലോബൽ പാർട്ട്ണർഷിപ്പിനെ ഡെവലപ്പ് ഇമ്പോർട്ട് കൊടുക്കുക. ഇതൊക്കെയായിരുന്നു 8 അന്തർദേശീയ ലക്ഷ്യങ്ങൾ. ഓക്കെ. അപ്പോൾ 2015 വരെ മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾസ് ആയിരുന്നു. 2015 ശേഷം 2016 മുതൽ എന്ത് വന്നു? സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റൽ ഗോൾസ് നിലവിൽ വന്നു. ഓക്കെ. എത്ര രാജ്യങ്ങൾ പങ്കെടുത്തു മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾസിൽ? 100-ലധികം രാജ്യങ്ങളും 1000-ലധികം സ്ഥാപനങ്ങളും. എത്ര പേർ ഒപ്പുവെച്ചു? 191 രാജ്യങ്ങൾ ഒപ്പുവെച്ചു. ഇതൊക്കെ ഓർമ്മിക്കണേ. ഓക്കെ. ഇനി അടുത്ത പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ സസ്റ്റൈനബിൾ. അപ്പോൾ മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾസ് പോകുന്നതോടുകൂടി ഏത് വന്നു? സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റൽ ഗോൾസ് വന്നു. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് ആർ ഗ്ലോബൽ അജണ്ട അഡോപ്റ്റഡ് ബൈ കൺട്രീസ് ഇൻ 2015. 2015 അഡോപ്റ്റ് ചെയ്ത ഒരു ഗ്ലോബൽ അജണ്ടയാണ് ഏത്? സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റൽ ഗോൾസ്. എപ്പോഴാണ് വന്നത്? 2015 വന്ന ഒരു അജണ്ടയാണ്, ഒരു ആഗോള അജണ്ട അവതരിപ്പിക്കുകയുണ്ടായി. 2015 കുറച്ച് രാജ്യങ്ങൾ ചേർന്നു. അതായത് 2015 നമ്മുടെ രാജ്യത്ത് നിലവിൽ വന്ന ഒരു ആഗോള അജണ്ടയായിരുന്നു എന്ത്? സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ. എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റൽ ഗോൾസ്? സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് ആർ ഗ്ലോബൽ അജണ്ട അഡോപ്റ്റഡ് ബൈ കൺട്രി ഇൻ 2015. എപ്പോഴാണ് ഇത് വന്നത്? 2015 നമ്മുടെ രാജ്യത്ത് വന്ന ഒരു ഡെവലപ്മെൻറ്റൽ, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് വന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ആഗോള അജണ്ടയായിരുന്നു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ്. എന്താണ് അജണ്ടയുടെ പേര്? സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റൽ ഗോൾസ്. ദ ഗോൾസ് ആൻഡ് ടാർഗറ്റ്സ് ആർ യൂണിവേഴ്സൽ. ഇത് ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ടതാണ്. ഇതിൽ ഗോൾസ് മാത്രമല്ല ഉള്ളത്, ഗോൾസ്, ടാർഗറ്റ്സ്. അതായത് ഓരോ ഗോൾസും ആ ഗോൾസിൽ കൂടി എന്താണ് ടാർഗറ്റ് ചെയ്യുന്നതെന്നും അവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഉള്ളത്? ഗോൾസ് ആൻഡ് ടാർഗറ്റ്സ് ആർ യൂണിവേഴ്സൽ, മീനിങ് ദേ അപ്ലൈ ടു ഓൾ കൺട്രീസ് അറൗണ്ട് ദ വേൾഡ്. നമ്മുടെ രാജ്യത്ത്, നമ്മുടെ ലോകത്ത് എല്ലാ രാജ്യങ്ങളിലും ഇത് നടപ്പിലാക്കാൻ തുടങ്ങി. നമ്മുടെ രാജ്യത്ത്, ലോകത്ത് എല്ലാ രാജ്യങ്ങളിലും, ഇന്ത്യയിലും അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ രാജ്യങ്ങളിലും ഇത് നടപ്പിലാക്കി തുടങ്ങി. കൺട്രീസ് ഒഫീഷ്യലി അഡോപ്റ്റ് ടു ഹിസ്റ്റോറിക് ന്യൂ അജണ്ട എൻട്രൈൽഡ് ട്രാൻസ്ഫോമിങ് അവർ വേൾഡ്. ഈ ഒരു അജണ്ടയുടെ തലക്കെട്ട് അല്ലെ തലവാചകം എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോമിങ് അവർ വേൾഡ്, നമ്മുടെ ലോകത്തിൻ്റെ മാറ്റത്തിന് വേണ്ടി എന്നതായിരുന്നു. ട്രാൻസ്ഫോമിങ് അവർ വേൾഡ് എന്നതായിരുന്നു ഇതിൻ്റെ ഈ അജണ്ടയുടെ എൻടൈറ്റിൽഡ്. ഈ അജണ്ട, ഈ ഒരു ആഗോള അജണ്ട അറിയപ്പെട്ടത്, അതിൻ്റെ ഒരു
അല്ലെ അതിൻ്റെ ഒരു ഹെഡിങ് തന്നെ എന്തായിരുന്നു? ട്രാൻസ്ഫോമിങ് അവർ വേൾഡ് എന്തായിരുന്നു? ദ 2013 അജണ്ട ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റൽ ഗോൾസ്. അപ്പോൾ 2015 നിലവിൽ വരികയും 2016 നടപ്പിലാക്കുകയും 2030 വരെ ഇതിൻ്റെ ലക്ഷ്യങ്ങൾ നടപ്പിലാക്കാനുള്ള ടൈമുണ്ട്. എപ്പോഴാണ് തുടങ്ങുന്നത്? 2016 to 2030 വരെയാണ് ഇതിൻ്റെ കാലയളവ്. അഡോപ്റ്റഡ് ഇൻ 2015. 2015 ഇത് നടപ്പിലാക്കിയത്. 193 കൺട്രീസ്. എത്ര രാജ്യങ്ങൾ പങ്കെടുത്തു? 193 രാജ്യങ്ങൾ. യുണൈറ്റഡ് നേഷൻ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് സമ്മിറ്റ് ന്യൂയോർക്ക്. 193 രാജ്യങ്ങൾ പങ്കെടുത്തുകൊണ്ട് 2015 ന്യൂയോർക്കിൽ സമ്മേളിച്ചുകൊണ്ടാണ് ഇങ്ങനെയൊരു ഗ്ലോബൽ അജണ്ടയ്ക്ക്, ഇങ്ങനെയൊരു ആഗോള അജണ്ടയ്ക്ക് രൂപം കൊടുത്തത്. അപ്പോൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൻ്റെ ആദ്യ മീറ്റിംഗ് അല്ലെങ്കിൽ ആദ്യമായി അവർ സമ്മേളിച്ചത് എവിടെയാണ്? ന്യൂയോർക്കിലാണ്. അഡോപ്റ്റഡ് ഇൻ 2015 ബൈ എത്ര രാജ്യങ്ങളാണ്? 193 കൺട്രീസ്. യുണൈറ്റഡ് നേഷൻ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് സമ്മിറ്റ് ന്യൂയോർക്ക്. ടു ബി അച്ചീവ്ഡ് ബൈ 2013. എപ്പോഴാണ് ഇത് അച്ചീവ് ചെയ്യപ്പെട്ടത്? 2030. എപ്പോൾ തുടങ്ങിയത്? 2015 ഇങ്ങനെ ഒരു അവതരണം വന്നു. മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾസ് എത്ര വരെ ഉണ്ടായിരുന്നു? 2015 വരെ ഉണ്ടായിരുന്നു. 2015 വന്ന ഒരു ആശയമാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ്. എന്നാൽ ഇത് നടപ്പിലാക്കുന്നത് 2016. അപ്പോൾ 2016 മുതൽ ഇതെപ്പോഴാണ് അച്ചീവ് ചെയ്യപ്പെടുന്നത്? 2030 ഇതിൻ്റെ നേട്ടം പൂർണ്ണമായും നമുക്ക് ലഭിക്കുന്നത്. The Sustainable Development Goals come into effect on 1st January 2016. ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ്. സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ നടപ്പിലാക്കപ്പെട്ട വർഷം 2016 ജനുവരി 1. എപ്പോഴാണ് 2016 ജനുവരി 1? The Sustainable Goal come into effect on 1st January 2016. When are they due to expire? 2030. എപ്പോഴാണിത്? when are they due to expire? 2013. എത്ര വരെ ഇത് നിലനിന്നു? 2030 വരെ ഇത് നീണ്ടു നിന്നു. 2030 വരെ ഇതുണ്ടായിരുന്നു. 2030 ഈ ഒരു നേട്ടം പൂർണ്ണമായും നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ എപ്പോഴാണ് തുടങ്ങുന്നത്? 2016 to 2030 കാലാവധി. 2016 ജനുവരി 1 ആരംഭിച്ച സുസ്ഥിര വികസന ലക്ഷ്യങ്ങളായിരുന്നു. ഈ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ എക്സ്പയർ എപ്പോഴാണ്? ലാസ്റ്റ് എത്ര വരെ? 2030 പൂർണ്ണമായും ഇതിൻ്റെ ഒരു ഗുണം ജനങ്ങളിൽ ലഭിക്കും. എത്രയാ ഗോളുള്ളത്? 17 ഗോൾ പ്ലസ് 169 ടാർഗറ്റ് പ്ലസ് 232 ഇൻഡിക്കേഷൻ. എന്തൊക്കെയുള്ളത് പറഞ്ഞാട്ടെ? 17 ഗോൾ പ്ലസ് 169 ടാർഗറ്റ് പ്ലസ് 233 ഇൻഡിക്കേഷൻ. എന്തൊക്കെയാണ് പറഞ്ഞത്? 17 ഗോൾ പ്ലസ് 169 ടാർഗറ്റ് പ്ലസ് 232 ഇൻഡിക്കേഷൻ. 17 ലക്ഷ്യങ്ങളും 169 ടാർഗറ്റും 232 ഇൻഡിക്കേഷനുമായിട്ടാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റൽ ഗോള് നമ്മുടെ രാജ്യത്ത് വന്നത്. സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ എത്ര? 17. സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ടാർഗറ്റുകളുടെ എണ്ണം 169. സുസ്ഥിര വികസന ലക്ഷ്യത്തിൻ്റെ ഇൻഡിക്കേഷൻ 232. 17, 169 ആൻഡ് 233 ഇൻഡിക്കേഷൻ. ഭാവിക്ക് വേണ്ടി കരുതി വെച്ചുകൊണ്ടുള്ള വികസന മാതൃക എന്നതാണ് ഇതിൻ്റെ സിമ്പിൾ മീനിങ്. എന്താണ് സിമ്പിൾ മീനിങ്? ഭാവിക്ക് വേണ്ടി കരുതി വെച്ചുകൊണ്ടുള്ള വികസന മാതൃക എന്നതാണ് ഇതിൻ്റെ സിമ്പിൾ മീനിങ്. അപ്പോൾ 17 ഗോൾസ് പറഞ്ഞാട്ടെ ഒന്നുകൂടി. 17 ഗോൾസ്, 169 ടാർഗറ്റ്, പിന്നെന്തായിരുന്നു ഒന്നുകൂടി പറയും. അതുപോലെ തന്നെ എന്താണ്? 232 ഇൻഡിക്കേഷൻ. 2015 മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾസിൻ്റെ ഡ്രോബാക്സ് പരിഹരിച്ചുകൊണ്ട് 2015 ഇങ്ങനെ ഒരു ആശയം അവതരിപ്പിക്കുന്നത്. 2016 ജനുവരിയിൽ നടപ്പിലാക്കപ്പെട്ടു. 2016 ജനുവരി 1 നടപ്പിലാക്കപ്പെട്ടു. ഇതിൽ 17 ലക്ഷ്യങ്ങളും 169 ടാർഗറ്റും 232 ഇൻഡിക്കേഷനും ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് 17 ലക്ഷ്യങ്ങൾ. എന്താണ് 17 ലക്ഷ്യങ്ങൾ? ഗോൾ 1. 17 ബൈഹാർട്ട് പഠിക്കൊന്നും വേണ്ട, മനസ്സിലാക്കിയാൽ മതി. പക്ഷേ പെട്ടെന്ന് കാണുമ്പോൾ മനസ്സിലാക്കണം ഈ 17 ഇല്ലതേതാ ഇല്ലാത്തതേതാ. 1 നോ പോവേർട്ടി, ദാരിദ്ര്യ നിർമ്മാർജ്ജനം. ഗോൾ 1 എന്താണ്? ദാരിദ്ര്യ നിർമ്മാർജ്ജനം. നമ്മുടെ രാജ്യത്തു നിന്നും പൂർണ്ണമായും ദാരിദ്ര്യം ഒഴിവാക്കുക. ദാരിദ്ര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം അല്ലേ? 3 നേരവും ഭക്ഷണം കഴിക്കുവാനും അതിൻ്റെ ഭക്ഷ്യ വസ്തുക്കൾ വാങ്ങുവാനുമുള്ള ഒരാളുടെ എബിലിറ്റി ഇല്ലായ്മയാണ് ദാരിദ്ര്യം. അപ്പോൾ ആ ദാരിദ്ര്യം ഇല്ലാതാക്കുക. നോ പോവേർട്ടി. രണ്ടാമത്തേത് ഗോൾ ടു സീറോ ഹണ്ടർ, പട്ടിണി ഇല്ലാതാക്കുക.
എന്താണ് പട്ടിണി ഇല്ലാതാക്കുക. മൂന്നാമത്തെ എന്നാ ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീങ്. മൂന്നാമത്തെ എന്താണ് ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീങ്. നല്ല ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തുക. ഓരോ ആളുടെയും ആരോഗ്യം ഉറപ്പുവരുത്തുക. ശരിയല്ലേ? ഈ ഗോളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം സംഭവിച്ചത് കൊറോണ വന്നപ്പോഴാണ്. ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീങ്. ഓക്കെ, ഈ ഒരു ഗോളിന് പ്രാധാന്യം അപ്പോഴാണ്. ഇനി ഗോൾ 4 എന്താണ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ. കുട്ടികൾക്ക് ഗുണാത്മക വിദ്യാഭ്യാസം നൽകുക, വാല്യൂ എഡ്യൂക്കേഷൻ നൽകുക, കുട്ടികൾക്ക് ക്വാളിറ്റി എഡ്യൂക്കേഷൻ നൽകുക. വെറുതെ വിദ്യ അഭ്യസിച്ചാൽ പോരാ, വിദ്യയിൽ കൂടി ക്വാളിറ്റി ഉണ്ടാകണം. ഗുണാത്മകമായ രീതിയിൽ കുട്ടികൾക്ക് വിദ്യ നൽകണം. ക്വാളിറ്റി എഡ്യൂക്കേഷൻ. അപ്പോൾ 1 നോ പോവർട്ടി, 2 സീറോ ഹണ്ടർ, 3 ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീങ്, 4 ക്വാളിറ്റി എഡ്യൂക്കേഷൻ. എന്ത് നൽകുക? ഗുണാത്മകമായ രീതിയിൽ വിദ്യാഭ്യാസം നൽകുക. 5 ജെൻഡർ ഈക്വാലിറ്റി. 5 എന്താണ് ജെൻഡർ ഈക്വാലിറ്റി. ജെൻഡർ ഈക്വാലിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞൂടെ എന്താണ് ജെൻഡർ ഈക്വാലിറ്റി? ജെൻഡർ ഈക്വാലിറ്റി എന്താണ് നമുക്കറിയാം. എന്താ ജെൻഡർ ഈക്വാലിറ്റി? അതായത് ലിംഗവിവേചനത്തിൻ്റെ പേരിൽ കുട്ടികളെ വേർതിരിക്കാൻ പാടില്ല. ജെൻഡർ ഈക്വാലിറ്റി. ജെൻഡർ ഗോൾ 5 എന്താണ് ജെൻഡർ ഈക്വാലിറ്റി. ഗോൾ 6 ക്ലീൻ വാട്ടർ ആൻഡ് സാനിറ്റേഷൻ. എന്ത് നൽകുക? കുട്ടികൾക്ക് അല്ലെങ്കിൽ ജനങ്ങളെ എന്ത് ചെയ്യുക? ശുദ്ധജലം നല്ല രീതിയിൽ ഉപയോഗിക്കുക. ശുദ്ധജല ലഭ്യത ഉറപ്പുവരുത്തുക. ഗോൾ 7 അഫോർഡബിൾ ആൻഡ് ക്ലീൻ എനർജി. എനർജി നല്ല രീതിയിൽ ഉപയോഗിക്കുക. ക്ലീൻ എനർജി ഉപയോഗിക്കുക. ഗോൾ 8 ഡീസൻറ്റ് വർക്ക് ആൻഡ് ഇക്കണോമിക് ഗ്രോത്ത്. നല്ല അതായത് മര്യാദയുള്ള ജോലിയിൽ കൂടി സാമ്പത്തിക വികസനം ഉണ്ടാക്കുക. നല്ല മര്യാദയുള്ള ജോലിയിൽ കൂടി സാമ്പത്തിക വികസനം എന്ന് പറയുമ്പോൾ എന്താണ്? എല്ലാ ജോലിയും ചെയ്യുവാനും ആ ജോലിയിൽ കൂടി ഇക്കണോമിക് ഗ്രോത്ത് ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുക. ഗോൾ 9 ഇൻഡസ്ട്രി ഇന്നൊവേഷൻ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ. ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ വ്യവസായം, അതുപോലെ തന്നെ എന്താണ് ഇന്നൊവേഷൻ, അതായത് പുതിയ പദ്ധതികൾ, അതുപോലെ തന്നെ എന്താണ് ന്യൂ മെത്തേഡ് ആൻഡ് ടെക്നോളജി, അതാണ് ഇന്നൊവേഷൻ. ഇൻഫ്രാസ്ട്രക്ചർ അല്ലേ, അതായത് പുതിയ സാങ്കേതിക മേഖലയും പുതിയ വ്യവസായ യൂണിറ്റുകൾക്കും പ്രാധാന്യം നൽകുക. അപ്പോൾ 1 നോ പോവർട്ടി, 2 സീറോ ഹണ്ടർ, 3 ഗുഡ് ഹെൽത്ത്, 1 ദാരിദ്ര്യ നിർമ്മാർജ്ജനം, 2 പട്ടിണി നിർമ്മാർജ്ജനം, 3 ആരോഗ്യ സംരക്ഷണം, 4 ഗുണാത്മക വിദ്യാഭ്യാസം, 5 ലിംഗ വിവേചനം ഇല്ലാതാക്കുക, 6 എന്താണ് ശുദ്ധജല ലഭ്യത, 7 ശുദ്ധ ഊർജ്ജ ലഭ്യത, അടുത്ത് എന്താണ് നല്ല ജോലിയിൽ കൂടി നല്ല സാമ്പത്തിക വികസനം ഉണ്ടാക്കുക, സാമ്പത്തിക വളർച്ച ഉണ്ടാക്കുക, 5 പുതിയ സാങ്കേതിക മേഖലയുടെ വളർച്ച, 9. ഇത്രയാണ് 9 ഗോൾ. ഇനി അടുത്ത 10ാമത്തെ ഗോൾ റെഡ്യൂസ്ഡ് ഇൻഈക്വാലിറ്റി. എന്ത് കുറയ്ക്കുക? അസമത്വങ്ങൾ കുറയ്ക്കുക. ഇൻഈക്വാലിറ്റി പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചിട്ടുണ്ട്. ഇക്കണോമിക് ഇൻഈക്വാലിറ്റി, കുറേ വിധത്തിലുള്ള ഈക്വാലിറ്റി ഉണ്ട് അല്ലേ? അതായത് പ്രാദേശികമായ അസമത്വങ്ങളുണ്ട്, രാഷ്ട്രീയപരമായ അസമത്വങ്ങളുണ്ട്, അതായത് വെൽത്തിൻ്റെ പേരിലുള്ള അസമത്വങ്ങളുണ്ട്. ഇതൊക്കെ നമ്മുടെ സമൂഹത്തിലുള്ളതാണ്. ഇങ്ങനെ അസമത്വങ്ങൾ കുറയ്ക്കുക. ഏതിൻ്റെ പേരിലുള്ള അസമത്വം ആയിക്കോട്ടെ, അസമത്വങ്ങൾ റെഡ്യൂസ്ഡ് ഇൻഈക്വാലിറ്റി. ഗോൾ 11 സസ്റ്റൈനബിൾ സിറ്റീസ് ആൻഡ് കമ്മ്യൂണിറ്റി. സുസ്ഥിര വികസനം പട്ടണങ്ങളിലും അതുപോലെ തന്നെ ഗ്രാമപ്രദേശം, റൂറൽ ആൻഡ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. റൂറൽ കമ്മ്യൂണിറ്റിയുടെയൊക്കെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, പട്ടണങ്ങളും അതുപോലെ തന്നെ ഗ്രാമപ്രദേശങ്ങളിലുമുള്ള സുസ്ഥിര വികസനം. ഗോൾ 12 റെസ്പോൺസിബിൾ കൺസംഷൻ. ഉപഭോഗങ്ങളിലെ ഉത്തരവാദിത്തം. ജനങ്ങൾ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും അത് ഉപഭോഗം ചെയ്യുകയും ഉപഭോഗത്തിൽ കൂടി ജനങ്ങളുടെ സംതൃപ്തിക്ക് പ്രാധാന്യം നൽകുക. കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ, നോട്ട് പ്രോഫിറ്റ് മേക്കിംഗ്. അതായത് ലാഭം നേടൽ മാത്രമല്ല, കൺസ്യൂമറുടെ സാറ്റിസ്ഫാക്ഷന് കൂടി പ്രാധാന്യം നൽകുക. ഗോൾ 13 ക്ലൈമറ്റ് ആക്ഷൻ. കാലാവസ്ഥ പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം നൽകുക. ഗോൾ 14 ലൈഫ് ബിലോ വാട്ടർ. ഗോൾ 15 ലൈഫ് ഓൺ ലാൻഡ്. ഭൂമിയിലെ ജീവിതത്തെക്കുറിച്ചോ അതുപോലെ തന്നെ ലൈഫ് ബിലോ വാട്ടർ, ഇതൊക്കെ എന്ത് ചെയ്യുക? ഇതൊക്കെ ഏതാണ്? സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റ് ആണ്. ഗോൾ 16 പീസ് ആൻഡ് ജസ്റ്റിസ് സ്ട്രോങ് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലേ? എന്താണ്? സമാധാനവും നീതിയും ഉറപ്പുവരുത്തുക. എല്ലാ സ്ഥാപനങ്ങളിലും നല്ല ശക്തമത്തായ നീതിയും സമാധാനവും ഉറപ്പുവരുത്തുക. ഗോൾ 17 പാർട്ണർഷിപ്പ് ടു അച്ചീവ് ദ ഗോൾ. പങ്കാളിത്തത്തിൽ കൂടി ലക്ഷ്യം നേടിയെടുക്കുക. ഇത്രയാണ് 17 ഗോൾ. 17 ബൈഹാർട്ടൊന്നും പഠിക്കണ്ട. പക്ഷെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് നോക്കുമ്പോൾ പറയാൻ പറ്റണം ഇതിലേതാ ഇല്ലാത്തത്. മനസ്സിലായല്ലോ? അപ്പോൾ വിച്ച് ഓഫ് ദ ഫോളോയിങ് ടു സെലക്ട് എ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റൽ ഗോൾ എന്ന് ചോദിക്കാം. അപ്പോൾ വന്നത് 2016 ജനുവരി 1 17 ഗോളും 169 ടാർഗറ്റുമായിട്ടാണ് ഇത് മുന്നോട്ട് വന്നത്. 232 ഇൻഡിക്കേഷനും അതിലുണ്ട്. ഓക്കെ, ഇതാണ് എന്ത് 17 ഗോൾ. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് എങ്ങനെയാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൻ്റെ ചലഞ്ചസ് എന്തൊക്കെയാണ്? ആക്ടിവിറ്റീസ് ദാറ്റ് ചലഞ്ചസ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്.
എങ്ങനെയാണ് സുസ്ഥിര വികസനം നമ്മുടെ രാജ്യത്ത് നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ്? സുസ്ഥിര വികസനം എന്ന് പറയുമ്പോൾ എന്നാ, ഇന്നത്തെ തലമുറ നല്ല രീതിയിൽ വിഭവങ്ങൾ ഉപയോഗിക്കുക, ഭാവി തലമുറയ്ക്ക് വേണ്ടി മാറ്റിവെക്കുക. നമ്മളും വിഭവങ്ങൾ ഉപയോഗിക്കുക, നമ്മളെ മക്കൾക്കും വേണ്ടി മാറ്റിവെക്കുക, അത്രയേ ഇത് ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പം ഇത് നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ്? ഒന്ന്, റിക്ലൈമേഷൻ ഓഫ് പാഡി ഫീൽഡ്സ്, വയൽ നികത്തൽ. ശരിയല്ലേ? ഇന്നത്തെ പ്രളയത്തിൻ്റെയും അതുപോലെ തന്നെ എന്താണ് ഇന്നത്തെ കടൽക്ഷോഭത്തിൻ്റെയും യാസും അല്ലേ, യാസ് വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്, ടോട്ട വന്നു പോയി എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ വരുവാനും കടൽക്ഷോഭവും അതുപോലെ തന്നെ നമ്മളെ പ്രളയത്തിനൊക്കെ കേരളത്തിൽ കാരണം ഈ പാഡി ഫീൽഡിൻ്റെ റിക്ലമേഷനാണ്, വയൽ നികത്തലാണ്. പണ്ട് വയലുള്ള സമയത്ത് വെള്ളം വയലിൽ കൂടി ഭൂമിയിലേക്ക് ഇറങ്ങിപ്പോകും. ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇവിടെ മഴ പെയ്തു കഴിഞ്ഞാൽ വലിയ കൂറ്റൻ കോൺക്രീറ്റ് കെട്ടിടങ്ങളാണ്. കോൺക്രീറ്റിൽ കൂടി വെള്ളം ഇവിടെ പോകാൻ, അതാണ് എന്ത് വരുന്നത്, ഈ ഒരു ചെറിയ മഴയിൽ തന്നെ കേരളം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ ചലഞ്ചസ് ആണ് എന്ത്, ഫ്ലഡ്, അതായത് എന്ത്, പ്രളയം. ഒരു ചെറിയ മഴ വന്നാൽ ജനങ്ങളെ മാറ്റി പാർപ്പിക്കേണ്ട ഒരു കാലഘട്ടം ഇന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ മേഖലയിലും പ്രശ്നങ്ങളാണ്, എല്ലാ മേഖലയിലും പ്രളയം എല്ലാ ജില്ലകളിലും ഇന്ന് മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രളയത്തിനും കടൽക്ഷോഭത്തിനൊക്കെ പ്രധാന കാരണം ഈ പാഡി ഫീൽഡിൻ്റെ നികത്തലാണ്, വയൽ നികത്തലാണ്. മനസ്സിലായല്ലോ? അതിന് അധികാരികളാണ് ഏറ്റവും വലിയ പ്രശ്നം. അതായത് നമ്മൾ വീടെടുക്കുന്ന അല്ലെങ്കിൽ ഒരു കോൺക്രീറ്റ് ബിൽഡിംഗ് എടുക്കുന്ന സമയത്ത് നമുക്ക് പെർമിഷൻ വേണം, വില്ലേജിൽ നിന്നോ പഞ്ചായത്തിൽ നിന്നൊക്കെ പെർമിഷൻ വേണം. ഈ പെർമിഷൻ ലെറ്ററിന് വേണ്ടി പോകുന്ന സമയത്ത് പാഡി ഫീൽഡാണ് നമ്മൾ കോൺക്രീറ്റ് ബിൽഡിംഗ് എങ്കിൽ അതിന് അനുമതി കൊടുക്കാതിരുന്നാൽ പ്രശ്നം തീർന്നു. പക്ഷേ പണത്തിൻ്റെയും മറ്റു സ്വാധീനം കൊണ്ട് അനുമതി വാങ്ങും. അനുമതി വാങ്ങിയിട്ട് എന്ത് ചെയ്യും? പാഡി ഫീൽഡ് കോൺക്രീറ്റ് ബിൽഡിങ്ങുകൾ അങ്ങ് വളർച്ച വ്യാപിക്കും. അങ്ങനെ എന്ത് ചെയ്യും? നമ്മുടെ ഈ ഒരു പ്രളയത്തിനൊക്കെ കാരണം ഇതാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ സുസ്ഥിര വികസനം നേരിടുന്ന വെല്ലുവിളികൾ എന്താണ്? ഒന്ന്, വയൽ നികത്തലാണ്, റിക്ലൈമേഷൻ ഓഫ് പാഡി ഫീൽഡ്. രണ്ട്, യൂസ് ഓഫ് പെസ്റ്റിസൈഡ്സ്. പെസ്റ്റിസൈഡ്സിൻ്റെ ഉപയോഗം മറ്റൊരു വെല്ലുവിളിയാണ്, പെസ്റ്റിസൈഡ്സിൻ്റെ ഉപയോഗം. അടുത്ത, പൊലൂട്ടിങ് ആൻഡ് വാഷിംഗ് ക്ലീൻ വാട്ടർ. ക്ലീൻ വാട്ടർ, ശുദ്ധജലം നമ്മൾ കഴുകാൻ വേണ്ടി ഉപയോഗിക്കുക. പശു അതുപോലെ തന്നെ പോത്ത് ഇങ്ങനെയുള്ള കാള, എരുമ ഇതിനൊക്കെ കുളിപ്പിക്കുന്നതിനൊക്കെ വേണ്ടി നമ്മൾ കാണാം നല്ല വെള്ളം ഉപയോഗിക്കുന്നതായി കാണാം. മൃഗങ്ങളെയൊക്കെ കുളിപ്പിക്കുന്നതിന് വേണ്ടി നല്ല വെള്ളം ഉപയോഗിക്കുക. ഇതൊക്കെയാണ് നമ്മളെ ഒരു പ്രധാനപ്പെട്ട ചലഞ്ചസ്. പിന്നെ യൂസ് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, എന്താണ്, രാസവളങ്ങളുടെ ഉപയോഗം. പിന്നെ എന്താ, ഡംപിങ് വേസ്റ്റ് ഇൻ പബ്ലിക് പ്ലേസസ്, പൊതുസ്ഥലത്തെ എന്ത് ചെയ്യുക, വേസ്റ്റ് നിക്ഷേപിക്കുക. മാലിന്യങ്ങൾ പൊതുസ്ഥലത്ത് നിക്ഷേപിക്കുന്നു, ഡംപിങ് വേസ്റ്റ് നിക്ഷേപിക്കുന്നു. പൊതുസ്ഥലത്ത് മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതോ ഇന്നത്തെ സുസ്ഥിര വികസനം നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ്. അപ്പോൾ എന്തൊക്കെയാണ്? ഒന്ന്, എന്താണ്, റിക്ലൈമേഷൻ ഓഫ് പാഡി ഫീൽഡ്. രണ്ട്, യൂസ് ഓഫ് പെസ്റ്റിസൈഡ്സ്. മൂന്ന്, പൊലൂട്ടിങ് ആൻഡ് വാഷിംഗ് ക്ലീൻ വാട്ടർ. നാല്, യൂസ് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്. അഞ്ച്, ഡംപിങ് വേസ്റ്റ് ഇൻ പബ്ലിക് പ്ലേസസ്. ഓക്കെ. ഇനി അടുത്ത, ആക്ടിവിറ്റീസ് ഫോർ അച്ചീവിങ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. എങ്ങനെയാണ് സുസ്ഥിര വികസനം സാധ്യമാകുന്നത്? ഏതിൽ കൂടിയാണ് നമുക്ക് സുസ്ഥിര വികസനം സാധ്യമാകുന്നത്? ഒന്ന്, റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്. ഏതിൽ കൂടിയാണ്? ഒന്ന്, റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്, മഴവെള്ള സംഭരണി ഉപയോഗിക്കുക. സോളാർ എനർജി ക്യാൻ ബി യൂസ്. നമുക്ക് സൂര്യനിൽ നിന്ന് എത്രയോ ഊർജ്ജം കിട്ടുന്നുണ്ട്, പിന്നെ നമ്മളെ വേണ്ടാത്ത ഊർജ്ജത്തിന് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ സൂര്യനിൽ നിന്ന് കിട്ടുന്ന സൗരോർജ്ജം പരമാവധി ഉപയോഗിക്കുക. സോളാർ എനർജി മാക്സിമം ഉപയോഗിക്കുക. ഇലക്ട്രിസിറ്റി ഫ്രം വിൻഡ്, ഇലക്ട്രിസിറ്റിയിൽ നിന്നും വിൻഡിലേക്ക് മാറുക. പിന്നെ ബയോഗ്യാസ് പ്ലാന്റുകളെ ഉപയോഗിക്കുക. ഇതാണ് സുസ്ഥിര വികസനം നേരിടുന്ന വെല്ലുവിളികൾ ഒഴിവാക്കുന്നതിന് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഒന്നാണ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്, സോളാർ എനർജി ക്യാൻ ബി യൂസ്ഡ്, ഇലക്ട്രിസിറ്റി ഫ്രം വിൻഡ്, ബയോഗ്യാസ് പ്ലാന്റ്, മഴവെള്ള സംഭരണികൾ ഉപയോഗിക്കുക, സൗരോർജ്ജം കൂടുതലായി ഉപയോഗിക്കുക, ഇലക്ട്രിസിറ്റിക്ക് പകരം കാറ്റാടി യന്ത്രങ്ങൾ ഉപയോഗിക്കുക, ബയോഗ്യാസ് പ്ലാന്റിന് പ്രാധാന്യം നൽകുക. ഓക്കെ. ഇനി അടുത്ത എന്താണെന്ന് പറഞ്ഞാൽ 17 ഗോൾസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. The Sustainable Development Goal were implemented in 2015 and come into effect on. 2015 സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റൽ ഗോൾ വരുന്നത്. എപ്പോഴാണ് ഇത് നിലവിൽ വരുന്നത്? ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ് 1 ജാനുവരി 2016. 15 മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾസ് ഔട്ടായി. പിന്നെ 16 എന്ത് വന്നു? 16 ജനുവരി 1 സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റൽ ഗോൾസ് വന്നു. സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ വന്ന വർഷം 1 ജാനുവരി 2016.
സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് SDGs had replaced MDGs, Millennium Developmental Goals. How many proposed SDGs are there? സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് എത്രയുണ്ട് എന്നാ ചോദ്യം? 17 ഗോൾസാണുള്ളത്. വിച്ച് കൺട്രി വാസ് ഫസ്റ്റ് ടു അച്ചീവ് ദ ഗോൾ ഓഫ് ഹാവിങ് എക്സ്ട്രീം പോവർട്ടി? പൂർണ്ണമായും ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്ത രാജ്യം ഏതാണ്? ഗാന. ഏത് രാജ്യത്താണ് പൂർണ്ണമായും എക്സ്ട്രീം പോവർട്ടി ഇറാഡിക്കേറ്റ് ചെയ്തത്? ഗാന. ഹൗ മെനി മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾസ് ആർ ദർ? എത്ര മില്ലേനിയം ഡെവലപ്മെൻറ്റൽ ഗോൾസ് ഉണ്ട്? 8 മില്ലേനിയം ഡെവലപ്മെൻറ്റൽ ഗോൾസ് ഉണ്ട്. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റൽ ഗോൾസ് ആർ എഗ്രീഡ് ഇൻ. എപ്പോഴാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റൽ ഗോൾ വരുന്നത്? റിയോ ഡി ജനീറോയിൽ 2015 വന്നത്. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റൽ ഗോൾ വേണമെന്ന ഒരു ആവശ്യവുമായി ന്യൂയോർക്കിൽ 193 രാജ്യങ്ങൾ ഒത്തുചേർന്ന് ഒരു അജണ്ട അവതരിപ്പിച്ചു. ഇതാണ് ന്യൂയോർക്കിൻ്റെ പ്രാധാന്യം. ന്യൂയോർക്കിൽ ഇങ്ങനെ ഒരു ആൾക്കാർ ഒത്തുകൂടി ഒരു അജണ്ടയിൽ ഒപ്പുവെച്ചു എന്നേ ഉള്ളൂ. എന്നാൽ ഇത് ആദ്യമായി നടപ്പിലാക്കിയത് 2015 റിയോ ഡി ജനീറോയിലാണ്. ഇനി സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് ആൻഡ് ടാർഗറ്റ്സ് ആർ ടു ബി അച്ചീവ്ഡ് ബൈ. എപ്പോഴാണ് ഇതിൻ്റെ മൊത്തം ടാർഗറ്റ്? അതായത് 17 ഗോളും 169 ടാർഗറ്റും 232 ഇൻഡിക്കേഷനും എപ്പോഴാണ് കംപ്ലീറ്റ് ചെയ്യുക? 2030 അപ്പോൾ ഇതിൻ്റെ കാലയളവ് എപ്പോഴാണ്? 2016 to 30 ഈ 17 ലക്ഷ്യങ്ങളും 169 ടാർഗറ്റും 232 ഇൻഡിക്കേഷനും കംപ്ലീറ്റ് ചെയ്യുമെന്നാണ് നമുക്ക് ഇതിൽ കൂടി മനസ്സിലാക്കാൻ പറ്റുന്നത്. ദ പർപ്പസ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റൽ ഗോൾസ് ഈസ് ടു. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റൽ ഗോൾസിൻ്റെ ലക്ഷ്യം എന്താണ്? എന്താ ലക്ഷ്യം? ഹെൽപ്പ് ഓൾ ഹ്യൂമൻ ലൈഫ് സസ്റ്റെയിൻ. മനുഷ്യൻ്റെ ജീവിതത്തിനെ സുസ്ഥിരമാക്കുക എന്നതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഓക്കെ.